മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ പോഷക സംഘടനകളെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാവരും സംബന്ധിച്ച ഹാജി അവർ വളരെയധികം താല്പര്യം എടുത്തുകൊണ്ട് ഇവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ക്യാമ്പിൻ്റെ പന്തലിനുള്ള കാലാണ് ഇപ്പോൾ നമ്മളിവിടെ നാട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്നും ഈ ആവേശത്തോടു കൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കണം. അതിന് എല്ലാവരും വളരെ വിശുദ്ധമായ മനസ്സോടുകൂടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിട്ട് ഇത് വലിയൊരു സംഭവമാണ്. അതിൻ്റെ അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാവണം നമ്മളെ ഓരോ നിമിഷങ്ങളും, നമ്മുടെ ഓരോ ചലനങ്ങളും ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടതെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി അവർക്ക് അവരുടെ എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമുക്കൊക്കെ നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളോടും അവരോടും ഒക്കെ ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളെയും അല്ലാഹു നീക്കിത്തരട്ടെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടവർ വരാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ഒരു 3 മണി 2 മണി 1.5 മണിക്ക് പോയിട്ട് മൂപ്പരപ്പം ഇരിക്കൽ തുടങ്ങിയാണ്. അപ്പോൾ അവസാനമാണ് എന്നോട് സമ്മതിച്ചത്, നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വരാം, ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോണ ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വരി, നമുക്ക് ദുആ ചെയ്യുക, പെണ്ണുങ്ങൾക്ക് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ രണ്ടാമത് മൂപ്പര് പോയി റൂമിൽ എന്നോട് പപ്പ വരാമെന്ന് പറഞ്ഞ് റൂമിൽ പോയി ഒളിച്ചിരുന്ന് നിൽക്കുകയാണ് കുറേ വരാതൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു എവിടെ മൂപ്പരെന്ന്, മൂപ്പരവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി വന്നുകൊണ്ട് ഞാൻ രണ്ടാമത് വിളിച്ചു കൊടുത്തതാണ്. അപ്പോൾ ദുആയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മേഖലയിലൊക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കും നമ്മൾക്കൊക്കെ അല്ലാഹു നൽകട്ടെ. അവരെ ഭാര്യൻ്റെ അസുഖം, നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കുള്ള അസുഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫിയാക്കി കൊടുക്കട്ടെ. 6 പരിപാടി 5:30 വണ്ടിക്ക് പോകാനുള്ളതുമാണ്. അതിന് മുമ്പ് ഇവിടെ ഒരു മദ്രസ ഉദ്ഘാടനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവാണ്. ബഹുമാനപ്പെട്ട MD ഉസ്താദ് ഉമർ ഫൈദി AV ഉസ്താദ് അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മറ്റ് മുശാവറ അംഗങ്ങളും മറ്റു നേതാക്കന്മാരും നമ്മുടെ സ്ഥലം MLA ബഹുമാനപ്പെട്ട നെല്ലിക്കുന്ന് അവരിവിടെ ഉണ്ട്. അവരൊക്കെ ഇവിടെ ആശംസകളും എല്ലാ നിലക്കുള്ള ദുആകളൊക്കെ ഇവരെല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി 2 വാക്ക് ബഹുമാനപ്പെട്ട MD ഉസ്താദ് പറയും. അതിൻ്റെ ശേഷം മറ്റുള്ള ഉസ്താദന്മാരൊക്കെ ഈ 2 വാക്കുകൾ പറയും. അതിൻ്റെ ശേഷം പിരിച്ചു വിട്ടാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പോകണം.